ലീഗിന്റെ ആദ്യ വനിതാ എം.എൽ.എ. പേരാമ്പ്രയിൽ നിന്ന് അട്ടിമറി വിജയം നേടിയ ഫാത്തിമ തെഹ്ലിയയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. എം.എൽ.എ. ആയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. ആദ്യ ബജറ്റും കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അനുഭവം? വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് UDF സർക്കാർ ഞങ്ങളൊക്കെ ആഗ്രഹിച്ച രൂപത്തിലുള്ള വിഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിലേക്ക് തന്നു എന്നുള്ളതിൽ ആദ്യം തന്നെ സംസ്ഥാന സർക്കാരിന് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളായിട്ട് സ്വപ്നം പോലെ കരുതി വെച്ചിരുന്ന പേരാമ്പ്രക്കാരുടെ ഒത്തിരി ആഗ്രഹങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും അത് ഇത്തവണ ബജറ്റിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിച്ചു. അതിനനുസരിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭ്യമാവുകയും ചെയ്തു. പേരാമ്പ്ര താലൂക്ക് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ എത്രയോ കാലത്തിന് പഴക്കമുള്ള ഒരു വലിയ സ്വപ്നമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാവുകയാണ്. അതിലൊക്കെ വലിയ സന്തോഷം തോന്നുന്നു. ലീഗിൻ്റെ ആദ്യ വനിതാ എം.എൽ.എ. എന്നതാണ് ഫാത്തിമ തെഹ്ലിയുടെ ഏറ്റവും വലിയ, ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതെന്തായാലും ഇനി മാറാൻ പോകുന്നില്ല. ആ ഒരു ഐഡൻറ്റിറ്റി എത്രമാത്രം സന്തോഷം നൽകുന്നതാണ്? എനിക്കത് സന്തോഷത്തേക്കാൾ കൂടുതൽ അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തനത്തിലൂടെ ഒത്തിരി അത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഹരിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കടന്നു വരുന്നത്. ആദ്യത്തെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അതിനുശേഷം കേരളത്തിലുടനീളം ഹരിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി കൂട്ടായ്മയെ MSFലൂടെ രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീട് ഞാൻ അതിൻ്റെ പ്രസിഡൻറ്റും അത് കഴിഞ്ഞ് ഞാൻ MSFൻ്റെ പ്രഥമ വനിതാ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു നാഷണൽ കമ്മിറ്റിയിൽ. അതിനുശേഷം പിന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഏക വനിതാ അംഗമായിരുന്നു. അപ്പം ഇതൊക്കെ ജനറൽ പോസ്റ്റിലേക്ക് ഒരു പക്ഷേ പാർട്ടിയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം നേരത്തെ ഞാൻ കുറ്റിച്ചിറ വാർഡ് കൗൺസിലറായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ. ഇപ്പം പേരാമ്പ്രയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടി. അവിടെ വലിയൊരു വിജയം ആ നാട്ടുകാരെ എനിക്ക് സമ്മാനിച്ചു. ഇപ്പോൾ അവരുടെ സ്വപ്നം പേരി അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള തിരക്കുകളിലും ഓട്ടത്തിലൊക്കെയാണ്. ഈ പേരാമ്പ്രയുടെ MLA ആയി നിൽക്കുമ്പോൾ 135 ദിവസം കുറ്റിച്ചിറയുടെ കൗൺസിലറായിരുന്നു. അപ്പോൾ കുറ്റിച്ചിറക്കാരെ മറന്നോ? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയ ആളുകളല്ല അവർ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ജീവിതത്തിൻ്റെ അവസാന ഒരു സമയം, ആ ശ്വാസം എടുക്കുന്ന സമയം വരെ ഈ പറയുന്ന മനുഷ്യർ എന്നോടൊപ്പം ഉണ്ടാകും. എന്നെ നയിച്ചത് അവരാണ്. ഒരു പക്ഷേ പേരാമ്പ്ര തിരഞ്ഞെടുപ്പിൽ അവർ വളരെ സൈലൻ്റ് ആയിട്ടാണെങ്കിലും പലപ്പോഴും പല ആളുകളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിരന്തരമായിട്ട് അവർ സ്വന്തം നാടിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ ആളുകളെ ജീവിതത്തിൽ എങ്ങനെ മറക്കാനാണ്? തീർച്ചയായിട്ടും അവരൊക്കെ ഇപ്പോഴും പല ആവശ്യങ്ങൾക്കും, അവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വിളിക്കുന്നുണ്ട്. ഞാൻ കോർപ്പറേഷനും അതിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം ഒരു വാർഡ് കൗൺസിലർ അവർക്ക് ആ സമയം വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളുടെ ഏറ്റവും മാക്സിമം ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ രാജിക്കത്ത് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. അപ്പോൾ ഒരേ സമയം MLAയും കുറ്റിച്ചിറയുടെ കൗൺസിലറുമായി ഇപ്പോഴും പ്രവർത്തിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും. അവരങ്ങനെ പെട്ടെന്ന് കൈവിട്ട് കളയാൻ പറ്റുന്ന ആളുകളല്ല. അവരത്രയും എൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയ ആളുകളാണ്. എനിക്ക് ആദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പ് അനുഭവം തന്ന ആളുകളാണ്. പേരാമ്പ്രയിലേക്ക് പോകുമ്പോഴും അവർ ഏറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ജയിക്കണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. അവരങ്ങനെയാണ്, ആ മനസ്സാണ് അവരുടേത്. അപ്പം എനിക്ക് എൻ്റെ ഹാൻഡ് ബുക്ക് എന്തായിരുന്നു പേരാമ്പ്രയിലേക്ക് പോകുമ്പം എന്ന് ചോദിച്ചാൽ ഈ ആളുകൾ തന്ന പാഠങ്ങളായിരുന്നു, അവരുടെ സ്നേഹവും പ്രാർത്ഥനയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 135 ദിവസത്തിൻ്റെ ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ. ഇല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, നമ്മളൊരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടല്ലല്ലോ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി പ്രൊജക്റ്റുകൾ ഓൺ ചെയ്തിരുന്നു അവിടെ. ആ സമയത്തായിരുന്നു നമ്മളെ കോർപ്പറേഷൻ ബഡ്ജറ്റ് കഴിഞ്ഞു. നമ്മൾ അവിടെ ഡ്രെയിനേജ് പ്രവർത്തനങ്ങളുടെയൊക്കെ, അതായത് മൺസൂൺ സീസൺ വരാൻ പോവുകയാണല്ലോ, അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളും കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളാരും അങ്ങനെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ലല്ലോ ഒരു കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. പക്ഷേ കോർപ്പറേഷനിലേക്ക് ഫാത്തിമയെ വിടുമ്പോൾ ഫാത്തിമ കോർപ്പറേഷനിൽ മത്സരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചവരുണ്ട്.
അതെ, അത് ആളുകളുടെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഞാനൊരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ പിന്നെ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ആളുകളുമായിട്ട് ഒപ്പം സഞ്ചരിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടാണ് പേരാമ്പ്രയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞാൻ ആ സമയം ആ പ്രഖ്യാപനം വരുന്നതിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് വരെ കോർപ്പറേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം എനിക്ക് അവിടെയുള്ള ആളുകളോട് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളൊരു കൗൺസിലറായി അവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങി അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ഇതിപ്പോൾ MLA ആയി കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ PM ശ്രീയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം ലീഗിനെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആ വിഷയത്തിൽ പിന്നെ അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ മുൻകാല നിലപാട്, അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇപ്പം ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആരാണ് എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു രൂപത്തിലുള്ള പിന്നെ സംശയത്തിനും ഇടയില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ചത് എന്തുകൊണ്ടാണ് അവരുടെ സഖ്യകക്ഷികളോട് പോലും പറയാതെ ഒരു രാത്രിക്ക് ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ളത് നമ്മളൊക്കെ വളരെ സംശയത്തോടെ ചോദിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ ഇന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SSA ഫണ്ട് ഉണ്ട്. ആ SSA ഫണ്ട് ഞങ്ങൾ ഈ PM ശ്രീ വിഷയത്തിൽ ഇടപെട്ടാൽ പിന്നെ ഇതിൽ നിങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നൽകില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായ നിലപാടെന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത KM ഷാജി പോലും ആ നിലപാട് പറയുന്നില്ല ഇപ്പോൾ. അല്ല, അതിൽ തീർച്ചയായിട്ടും അവരിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒപ്പുവെച്ചൊരു കാര്യമാണത്. അപ്പോൾ അതിൽ നിന്ന് ഇനി എന്താണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ വിശദമായിട്ടുള്ള വിശദീകരണം നൽകും. ഇതിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് MSFും യൂത്ത് ലീഗും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള KM ഷാജി ചവിട്ടുകൊട്ടയിൽ എറിയണം, അറബിക്കടലിൽ എറിയണം എന്നൊക്കെ പറഞ്ഞ KM ഷാജി പോലും നിലപാട് മാറ്റി പറയുമ്പോൾ യൂത്ത് ലീഗും MSFും പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അവർക്കൊപ്പമാണോ ഫാത്തിമ തഹല്യ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ മുൻകാല നിലപാടുണ്ട് നമുക്ക്. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും ഞങ്ങളാരും പുറകോട്ട് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ആ വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയാണ്, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ട കാര്യമില്ല. ഒപ്പുവെച്ചത് ആരാണ്? ആ ഒപ്പുവെച്ചതോടെ ഒപ്പുവെച്ചത് തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, അതിൽ നിന്ന് എങ്ങനെ അതിനൊരു വിശദമായിട്ടുള്ള പഠനം വേണം. എങ്ങനെ നമുക്കതിനെ പിന്നെ അതിൽ നിന്ന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് വിടുതൽ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതാണിവിടെ. അതിന് അപ്പുറത്തേക്ക് ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് പോലെ SSA ഫണ്ട് ഞങ്ങൾ നൽകില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അപ്പുറത്തുണ്ട്. അല്ല, അതൊക്കെ തന്നെ ആയിരുന്നല്ലോ ആദ്യ സർക്കാരിനും ഇത് ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അന്ന് പറഞ്ഞത് ഈ ഫണ്ടിന് വേണ്ടി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതാണല്ലോ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ. ശരിക്കും പറഞ്ഞാൽ ഈ UDF സർക്കാരിന്റെ ഈ നിലപാട് വെട്ടിലാക്കിയത് ലീഗിനെയല്ലേ? അല്ല, ഒരിക്കലുമല്ല. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം എവിഡൻ്റ് ആണ്. എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതിന് നിങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട് ആ വിഷയത്തിലൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവർ കോടതിയിൽ പോവുകയും അത്തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് പിന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയത്. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ സാവകാശം സമയം തരൂ. അതിനനുസരിച്ച് ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഓൾറെഡി ഈ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ആ കോൺട്രാക്ട് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനൊത്തിരി പിന്നെ ഇടപെടലുകളും കാര്യങ്ങളും അത് മന്ത്രിസഭ പിന്നെ യുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈ വിഷയത്തിലൊക്കെ വളരെ ശുഭകരമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ നിർബന്ധിതരാകുന്നു, ഇത് തുടരാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്. നോക്കൂ, ഫാത്തിമ തെഹലിയ M സ്വരാജിനെ സംഘാവ് എന്ന് വരെ വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ RSSുമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നവരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിശദീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ക്രൈസിസിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഇത് തുടരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ? ഇല്ല, അതിലൊരു ക്രൈസിസിൻ്റെ ആവശ്യമില്ല. അതുപോലെ എനിക്കിപ്പോൾ രേണു പറഞ്ഞൊരു കാര്യത്തിൽ തിരുത്തൽ വേണ്ടതുണ്ട്. ശ്രീ M സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചു എന്നുള്ളത് രേണുവിന് എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ടത്. ബാപ്പുട്ടിക്ക സംഘാവിനെ പൂട്ടി എന്നുള്ളത്.
ബാപ്പുട്ടിക്കാരാന്ന് നിങ്ങൾക്കറിയാലോ. അന്നത്തെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് MLA, ഇന്നത്തെ MLA, അദ്ദേഹത്തിന് ബാപ്പുട്ടിക്ക എന്നാണ് വിളിക്കുന്നത്. സംഘാവ് എന്ന് ഞാനൊരു പദം ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപെടലുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഒരു രീതിയെ, അല്ലാതെ ഒരു വ്യക്തിയെ വിളിച്ചു എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുന്ന ആളുകളൊക്കെ പറയുന്നതിനെ ഏറ്റു പറയുന്നത് നിങ്ങളെ പോലെയുള്ള അവിടുത്തെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എം സ്വരാജ് ആയിരുന്നല്ലോ. പിന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു ഫാത്തിമ. ഞാനത് വിശദീകരിച്ചു, കൃത്യമായിട്ട് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നത്? അതെ, ഞാൻ വിശദീകരിച്ചു. ഞാനത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒരു വ്യക്തിയല്ല, ഒരു നയമാണ് അവിടെ. ആ നയത്തിനെതിരെയാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ CPM-ന്റെ ഒരു പ്രോ സംഘപരിവാർ നിലപാടുണ്ടായിരുന്നു. ആ പ്രോ സംഘപരിവാർ നിലപാട് തന്നെയാണ് അത്തരത്തിൽ സംഘാവ് എന്ന് വിളിച്ചത്. അത് അവിടെ മാത്രമല്ല ഉണ്ടായത്, അതിനു മുമ്പ് നടന്നിട്ടുള്ള പാലക്കാട് അതേ ആരോപണങ്ങളാണ് നിങ്ങൾക്ക് നേരെ ഉയരുന്നത്. ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾ അന്ന് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കെണിയുണ്ട്. ആ കെണി, അതിന് പരിഹാരം യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ KM ഷാജി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെയല്ല ഭരണത്തിൽ വരുമ്പോഴെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ UDF-ന്റെ ഒരു MLA ആണ്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ എടുത്ത നിലപാടുണ്ട്, ആ നിലപാടിന് തുടർച്ചയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഈ സംവിധാനം മാറും എന്നുള്ളതാണ്. ഫാത്തിമ തെഹ്ലിയ എപ്പോഴും വിവാദങ്ങൾ, അല്ലെങ്കിൽ ഫാത്തിമ തെഹ്ലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏറ്റവും ഒടുവിൽ ഈ നിലവിളക്ക് വിവാദം വന്നു. പേരാമ്പ്രയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിലവിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് സമസ്തയുടെ ഉൾപ്പെടെയുള്ള ആ വിഷയത്തിലെ അഭിപ്രായവും ഒക്കെ വരുന്നു. അതിലെന്താണ്? ആ വിഷയത്തിൽ ഞാൻ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മതങ്ങളെയും പണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ആ വിഷയത്തിൽ ഞാൻ ഈ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, അതിൽ പറഞ്ഞതേ ഈ മതപരമായ ചടങ്ങായി കണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനൊരിക്കലും നമുക്കൊരു പര്യവസാനം കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ. അതായത് മതങ്ങളെ, മത നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മതാശയങ്ങളെ ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ ഹാർമണിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരെയും ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിലപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അതിൽ ഒറ്റ കാര്യം, ഈ സമസ്ത നേതാക്കൾ അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് മതാചാരമായി ബന്ധപ്പെട്ടതിനെ കാണണ്ട, അല്ലാണ്ട് വെളിച്ചം പകരുന്നു എന്ന നിലയിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫാത്തിമ എങ്ങനെയാണ് ആ ചടങ്ങിനെ കണ്ടത് എന്നതാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ ഇതിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ കണ്ടു, ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ഡ്രസ്സിങ്ങിലും ഇതിലൊക്കെ ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, ആ രൂപത്തിൽ തന്നെയാണ് എൻ്റെ ആശയങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരെയും ഹേർട്ട് ചെയ്യാനല്ല, എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. ഇപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ശക്തമായ നിലപാടെടുത്തൊരു പോസ്റ്റ് ഇടുന്ന ഫാത്തിമ തെഹ്ലിയാണ്. അതായത് ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, മാധ്യമം എന്ന ലേബലിൽ വരുന്ന ഓൺലൈൻ മീഡിയകൾ ആ രീതിയിൽ ഫോളോ ചെയ്യുകയും സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ശക്തമായ നിലപാട് പറയേണ്ടി വന്നത്. നിയമ നടപടികളിലേക്ക് പോകും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഫാത്തിമ നൽകിയിരുന്നു. എന്താണ് അതിലേക്ക് നയിച്ചത്? അങ്ങനെ നിയമ നടപടികൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ആ വിഷയങ്ങളിൽ? തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒത്തിരി ആളുകൾ, ഇപ്പോൾ നമുക്കറിയില്ല, നമ്മളൊരു സ്ഥലത്തേക്ക് പരിപാടിക്ക് പോകുമ്പോൾ കുറേ ആളുകൾ ക്രൗഡ് അവിടെ ഉണ്ടാവും. അപ്പം ചില ആളുകൾ വന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുഖമാണെന്ന് പറയും നമ്മൾ. ചായ കഴിച്ചു എന്ന് പറയും. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ ഇതിൽ വരുന്നത് കാണുന്നത്. ഒരു പക്ഷേ ഞാൻ കരുതി അവിടെയുള്ള ആളുകൾ അറേഞ്ച് ചെയ്തിട്ടാണ്. ഇപ്പം എല്ലാം ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഐഫോണിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണെന്ന് വരെ ഞാൻ പല സമയത്തും കരുതിയിരുന്നു. പിന്നീടാണ് ഇത് ഓൺലൈൻ ഇത്തരത്തിലുള്ള
സോഷ്യൽ മീഡിയ പേജുകളാണെന്ന് അറിയുന്നത്. പിന്നെ നടക്കുന്നത്, ഇരിക്കുന്നത്, തുമ്മുന്നത്, പിന്നെ ഷോള് നീങ്ങിപ്പോകുന്നത്, ആളുകളോട് എനിക്ക് പ്രൈവറ്റായിട്ട് ആളുകളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനൊരു ജനപ്രതിനിധിയല്ലേ, ആളുകൾ സ്വകാര്യം പറഞ്ഞു ഒരു പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാകും. അപ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രയാസം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഒരു പ്രൈവറ്റായിട്ട്, നമ്മൾ പൊതുസ്ഥലത്താണെങ്കിലും നമുക്കൊരു പ്രൈവസി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി ഏരിയ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ പ്രൈവസി ഏരിയ ഉണ്ട്. അത് സോഷ്യലി നമ്മൾ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ പോലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ പിന്നെ അപ്പുറത്തേക്ക് മൈക്കുകളും ക്യാമറ കണ്ണുകളും വരുമ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ അറിയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് എൻ്റെ മാത്രമല്ല, എന്നോടൊപ്പമുള്ള ആളുകളെ കൂടി ബാധിക്കുന്നൊരു വിഷയം മാറി. എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകൾ, എന്നോടൊപ്പം വരുന്ന ആളുകളെ കൂടി ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് പലവരും പറഞ്ഞിട്ടും അതിലൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നത്. ഈ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിൽ ഈ പാപ്പരാസികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പ്രിയദർശിനി ബസ് ഉദ്ഘാടന വേളയിലൊക്കെ സംഭവിച്ച കാര്യം. ഞാൻ ബസ്സിൽ നിന്നും പുരുഷന്മാരെ ഇറക്കി വിട്ടു. പക്ഷെ അങ്ങനെ പറയുന്ന, അതെ, അത് ആളുകളോട് ഇറങ്ങാൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മാധ്യമപ്രവർത്തകരല്ലാത്ത ഇത്തരത്തിലുള്ള പാപ്പരാസികൾ അതിനകത്ത് കയറിയപ്പം അത് വണ്ടി ഓടിയിട്ടില്ല, ടിക്കറ്റ് കൊടുത്തിട്ടില്ല, ഉദ്ഘാടന എല്ലാവരും എന്നല്ല, എല്ലാ ആളുകളും ഇറങ്ങുന്ന പറഞ്ഞത്. എല്ലാവരും എന്നല്ല, ആ ആളുകൾ എന്നുള്ളത് ആണുങ്ങളാണ് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിലായിട്ട് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ആളുകളോട് ഇത് പാപ്പരാസികൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പിന്നെ ഒരു ട്വിസ്റ്റാണത്. അപ്പം അത് എല്ലാ ആണുങ്ങളും എന്നുള്ള രീതിയിൽ സ്ത്രീകളല്ലാത്ത, മാധ്യമപ്രവർത്തകരല്ലാത്ത എന്ന് പറഞ്ഞത്, മാധ്യമപ്രവർത്തകരല്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ. അതിന് മുന്നുള്ള വീഡിയോ ഉണ്ട്, എന്തുകൊണ്ടാണ് ആ ചെറിയ ബൈറ്റ് മാത്രം ഇട്ടത്. പിന്നെ ആ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ മതി, വീഡിയോയിൽ ബാക്കിലായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അത് മൂവ് ചെയ്യുന്നില്ല, വണ്ടി കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ, ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരുടെ ഈ ടിക്കറ്റ് എടുക്കുന്ന മെഷീനിൽ ഇത് അവൈലബിൾ ആയിട്ടില്ല, ടിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. സ്ത്രീകളും മാധ്യമപ്രവർത്തകരും അല്ലാത്ത എല്ലാ ആളുകളും ഇറങ്ങാൻ പറയുമ്പോൾ പിന്നെ പുരുഷന്മാരും അതിന് തൊട്ട് മുന്നുണ്ട് രേണു, അത് കേട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് പറയുന്ന കാര്യം അതിലുണ്ട്. അതില്ലാതെ ഈ ഭാഗം മാത്രം എടുത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത് സ്വാഭാവികമായിട്ട് ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കുമ്പം ഇത്തരത്തിലുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല. സോഷ്യൽ മീഡിയ ഓൾവേസ് എന്നെ ഇത്തരത്തിൽ പിന്നെ എന്താ പറയുക പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് മിക്കവാറും പ്രതികരിക്കാറുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ തുറന്നു പറയുന്ന വ്യക്തിയാണ്. എൻ്റെ റൈറ്റ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റൈറ്റ് ടു പ്രൈവസി ആണെങ്കിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ. പിന്നെ ഇത് ഒരു തൊഴിലായിട്ട് കാണുന്നത് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, ഈ ആളുകൾ, ഈ പാപ്പരാസി മീഡിയ എന്ന് പറയുന്ന ഇത് ഒരു വലിയൊരു ശൃംഖലയായിട്ട് വളരുന്നുണ്ട്. നമ്മളുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ ആളുകൾക്ക് ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ആളുകളോട് നിങ്ങൾ എവിടെ നിൽക്കണം, നിങ്ങളുടെ അതിർവരമ്പ് എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ പോളിസി നമുക്ക് വേണം, ഒരു ഡിജിറ്റൽ പോളിസി നമുക്ക് വേണം, ഡിജിറ്റൽ മീഡിയ പോളിസി നമുക്ക് വേണം. അപ്പോൾ ആ പോളിസിയിലൂടെ ഒക്കെ വരുമ്പം ഇതിനോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഒരാളെ കയ്യിൽ ഫോൺ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗം വരെ പോകാൻ പറ്റും എന്നുള്ളതല്ല, മറ്റുള്ള ആളുകളുടെ ഒരു ലൈൻ, പ്രൈവസി ലൈൻ ഉണ്ട്, ആ ലൈൻ മറികടന്ന് പോകരുത് എന്നുള്ള ചിന്ത കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ വലിയ അഭിപ്രായം. ഇതിൽ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സിനിമാ താരങ്ങളാണ്. അവർക്ക് പിന്നാലെ ഇങ്ങനെ നടക്കും, അവരങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും, ഇനിയിപ്പം AMMയുടെ യോഗത്തിന് വരുമ്പോഴും ഒക്കെ അവിടെ ക്യാമറയായിട്ട് നിന്ന് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കും. ഈ സൗന്ദര്യം ഒരു ശാപമായി പോയോ ഫാത്തിമ തെഹ്ലിയയ്ക്ക്? ആ രീതിയിൽ ആളുകൾ പിന്നാലെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ആൻസർ പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം അതീവ സൗന്ദര്യമുള്ള ആളാന്ന് സമ്മതിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും വളരെ ലൈറ്റ് മൈൻഡഡ് ആയിട്ട് എല്ലാവരെയും കാണുന്ന, സ്വീകരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഇത് പ്രതികരിക്കാൻ വൈകിയെന്ന്. കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളോടൊക്കെ മറുപടി പറയുന്നുണ്ട്. എനിക്ക് ആരെയും അത്തരത്തിൽ നല്ല സംസാരിച്ച് വരുന്ന ആളുകളോട്, വളരെ ഹാപ്പി ആയിട്ട് വരുന്ന ആളുകളോട് അതേപോലെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ, വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്. അപ്പം യെസ്, നമ്മൾ ആ രൂപത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. ആളുകളോട് ജനറസ് ആയിട്ട് പെരുമാറുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, ചിരിച്ചു വരുന്ന ആളോട് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുക, അല്ലാത്തവരോടും ചിരിച്ചുകൊണ്ട് മറുപടി പറയുക, എല്ലാവരെയും പരിഗണിക്കുക എന്നൊക്കെ ഉള്ളത്
എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ലൈഫിൽ പകർത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റിൽ പക്ഷേ ഈ റീലുകൾ ഇപ്പോൾ ഞാൻ തന്നെ പടച്ചുണ്ടാക്കുന്നതാണോ എന്ന് സംശയിക്കുന്ന ചിലരുണ്ട് എന്ന് പറഞ്ഞുള്ള മറുപടി കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അല്ലാണ്ട് തന്നെയും ഈ പാർട്ടിക്കുള്ളിൽ നിന്നൊക്കെ തന്നെയും ഫാത്തിമ തെഹ്ലിക്ക് ഇടയ്ക്ക് നേരിടേണ്ടി വരുന്നൊരു വിമർശനമാണല്ലോ, റിയലാണ് എന്നൊക്കെ തരത്തിലുള്ള വിമർശനം. അപ്പോൾ അവരെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ പോസ്റ്റ്. അതല്ല, ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ജനറേഷനല്ലാത്ത ജനറേഷൻ ഇവിടെ ജീവിക്കുന്നില്ലേ? ജെൻസികൾ മാത്രമല്ല, 90s മാത്രമല്ല, 80s ഇവിടെ ജീവിക്കുന്നില്ലേ? അതിൻ്റെ മേലെയുള്ളവരില്ലേ? അപ്പോൾ ആളുകളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾക്കറിയാം എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നുള്ളത്. ജെൻസി കുട്ടികൾക്കറിയാം, ഒരു പക്ഷേ 90s അറിയാം. അതിനപ്പുറത്തേക്കുള്ള ആളുകൾ ഇത് കാണുമ്പോൾ, യൂട്യൂബ് കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തത്. അവർ കരുതുന്നത് ഇതൊരു PR ആണെന്ന്, ഇത് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊന്നും ചെയ്യുന്നതല്ല, ഞാൻ അറിയുന്നു കൂടിയില്ല എന്നുള്ളത് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാപ്പരാസി വീഡിയോകൾ ഇടുന്ന ഒരുപാട് ആളുകളോട് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലതിൻ്റെ ക്യാപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു തൊഴിലായിരിക്കാം, പക്ഷേ എല്ലാവരെയും ബഹുമാനിക്കുന്ന രൂപത്തിൽ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തൂ. നല്ല പോസിറ്റീവായിട്ടുള്ള കണ്ടന്റുകളെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഇത്തരത്തിൽ വേറൊരാളുടെ താല്പര്യമില്ലാത്ത ഒരു വിഷയം എടുത്തുകൊണ്ട് അതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നാണ് തോന്നുന്നത്. വീണ്ടും പേരാമ്പ്രയിലേക്ക് പോയാൽ നമ്മളവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നുവെച്ചാൽ പേരാമ്പ്രയ്ക്ക് വെളിയിലേക്കും ഫാത്തിമ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അനൗൺസ്മെൻറ്റ് വിവാദമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നോക്കൂ, ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ആലപ്പുഴയിലെ അക്രമവുമായി ബന്ധപ്പെട്ട് വീണ്ടും പരിശോധനകൾ ഉണ്ടാകുന്നുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ടിൽ SIT രൂപീകരിച്ച് അന്വേഷണം ഉണ്ടാകുന്നു. ഈ അനൗൺസ്മെൻറ്റ് വിവാദം അവസാനിച്ചു. അതിലൊരു ഈ അന്വേഷണവും നടപടികളും വേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൽ അനൗൺസ്മെൻറ്റ് വിവാദത്തിൽ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. നിലവിലത് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിലുള്ള ഓപ്പറേഷൻസ് ഓൺഗോയിങ് ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും ഇനി കൂടുതലായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കും പോവേണ്ടതുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷവും വിവാദങ്ങളൊന്നും ഒടുങ്ങിയിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ആ തിരക്കുകൾക്കൊക്കെ ആണെങ്കിലും പോലീസ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ നൽകിയത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിൽ കൂടുതൽ അത് ഊർജിതമാക്കി അതിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതികൾ തള്ളിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുത്ത പരാതിയും ഒപ്പം തന്നെ കൗണ്ടർ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് ആ പരാതി തള്ളിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ സ്റ്റിൽ പരാതിയുണ്ട്. പോലീസിൽ ആ വിഷയത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെയാണോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അനൗൺസ്മെൻറ്റ് വിവാദം വന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ടെത്താൻ, അത് എവിടെ നിന്ന് അതിൻ്റെ സൃഷ്ടിപദം കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പിറകെ പോകേണ്ടിണ്ടായിരുന്നു എങ്കിൽ ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്, മനഃപൂർവ്വം ചെയ്തതാണ്. LDFൻ്റെ വാഹനത്തിൽ നിന്നാണ് അത് വന്നത് എന്നുള്ളതൊക്കെ പ്രൈമ ഫേസിയ പ്രൂവ്ഡാണ്. അപ്പം ആ കാര്യങ്ങളിൽ അന്വേഷണം നടക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഖൗമിലെ പെൺകുട്ടി വിവാദം അവസാനിക്കില്ല. ഫോളോ അപ്പും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതൊരു സെക്യുലർ ഫാബ്രിക്കിന് എതിരെ നടന്നിട്ടുള്ള ഒരു വലിയ അനൗൺസ്മെൻ്റ് ആണ്. അവിടെയുള്ള ആളുകളെയാണ് അത് വേദനിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ മതേതര മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അതിന് തീർച്ചയായിട്ടും അന്വേഷണം വേണം. ആരാണ് കുറ്റക്കാരി എന്നുള്ളത് പൊതുസമൂഹം അറിയണം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അന്ന് വനിതാ ലീഗിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. നൂർബിന റഷീദിൻ്റെ രാജിയിൽ വരെ അതെത്തി. പരസ്യമായി വാർത്താസമ്മേളനം വിളിച്ച് തന്നെ ഒരു അർഹതയില്ലാതെ കിട്ടിയ സ്ഥാനം എന്ന നിലയിലൊക്കെ പറഞ്ഞു. അതൊക്കെ അവസാനിച്ചു. വനിതാ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു. വനിതാ ലീഗുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും എനിക്ക് പേരാമ്പ്ര മണ്ഡലത്തിലൊരു വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിലൊരു സ്വീകരണം നൽകിയിരുന്നു. ആ സ്വീകരണത്തിൽ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത് വനിതാ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുൽസു ആണ്, അഡ്വക്കേറ്റ് പി കുൽസു ആണ്. അവരെ പോലെയുള്ള പല ആൾക്കാരും ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പല ആളുകളെയും വിളിച്ചു സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ അവർ ഓടി നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം,
പിന്നെ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുതിർന്ന നേതാവായിരുന്നു. അവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിലൊന്നും യാതൊരു കയമ്പുമില്ല എന്നുള്ളത് ഞങ്ങളുടെ നേതൃത്വം തന്നെ വ്യക്തമാക്കിയതാണ്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. അത് വനിതാ ലീഗുമായിട്ട് കൂട്ടി വായിക്കരുത് എന്നുള്ളത് ഞങ്ങളുടെ സീനിയർ നേതാവായിട്ടുള്ള KP മറിയുമ്മ, അതുപോലെ അഡ്വക്കേറ്റ് P കുൽസു എന്നിവരൊക്കെ പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരാണോ ആരോപണം ഉന്നയിച്ചത് അവർ രാജിവെച്ചു പോയി. പാർട്ടി അതിനെ ആ രൂപത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആ ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ അർഹതപ്പെടാത്ത അവസരങ്ങളാണോ? ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ 2012 മുതൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെ രേണു തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ 2012 ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിത എന്ന് പറയുന്നൊരു സംഘടനയിലേക്ക് വരുന്നത്. അതിലൂടെയാണ് ഞാൻ രാഷ്ട്രീയം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. എത്ര കാലമായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പൊതുജീവിതം എന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും ഈ പറയുന്ന വിവാദങ്ങൾ ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ട് തന്നെ പൊതുരംഗത്തുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. അതിനിടയിൽ മത്സരിച്ചല്ലോ, ഞാൻ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു. അപ്പോഴൊന്നും എൻ്റെ ഈ പരാതി ഇല്ലായിരുന്നില്ല. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഡെപ്യൂട്ടി മേയർ കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത പരാതി എന്തുകൊണ്ടാണ് ഞാൻ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അത് അവരോട് തന്നെയാണ് അത് അത്തരത്തിലുള്ള വിശദീകരണം ചോദിക്കുക. എനിക്കറിയില്ല അതിനുള്ള മറുപടി എന്താണ്. ഇപ്പോൾ ഈ ഹരിതയിലെ വിവാദം പറഞ്ഞുവല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അന്ന് വാർത്താ സമ്മേളനത്തിൽ നൂർബിന റഷീദ് ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരെങ്കിലും രക്തസാക്ഷികളാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നിങ്ങളെപ്പോലെ ഉള്ളവരെ സംബന്ധിച്ച് അതിൽ നിന്ന് പിന്നീട് തിരിച്ചു വരാനും അർഹമായ പരിഗണനകൾ നേടിയെടുക്കാനും കഴിഞ്ഞു. എങ്ങനെയാണ് ഹരിത വിവാദത്തെ കാണുന്നത്? അന്നെടുത്ത സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് തെറ്റായി പോയി എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, ഹരിത വിഷയത്തിൻ്റെ മുകളിൽ കൂടുതൽ ചർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കോ കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീമതി നൂർബിന റഷീദ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അവരുടെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അതല്ലാത്ത ഇത്രയും കാലം ഒരു പക്ഷേ ആ ഹരിതയുടെ വിഷയത്തിൽ ഉൾപ്പെടെ പിന്നെ അന്ന് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും മറ്റുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായം ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ടാർഗറ്റഡ് ആയിട്ട് വേറെ പല ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ കാര്യമായിട്ടാണ് അന്നത്തെ അവരുടെ പത്രസമ്മേളനത്തിന്. ഞാനൊരു പക്ഷേ ആ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും അത് കണ്ടിട്ടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വിശദീകരണം അവർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനമൊക്കെ ഞാൻ കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവരിത് പറയുന്നു? ഒരിക്കലും അവരത് പറയേണ്ട ഒരാളല്ല. ഇതിന് പിന്നിൽ വേറെ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. ഞാൻ എപ്പോഴും ചോദിച്ചത് ഈ ഹരിതയുടെ വിവാദങ്ങളിൽ അന്ന് പറഞ്ഞ സ്റ്റാൻഡ് അത് തന്നെയാണോ ഇപ്പോഴും? ഞാൻ പറഞ്ഞല്ലോ, ഹരിത വിഷയത്തിൽ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്നത്തെ എൻ്റെ പിന്നെ പത്രസമ്മേളനം എടുത്ത് നോക്കിയാൽ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പോകുന്നത് എൻ്റെ പാർട്ടിയാണെന്ന്. ഞാനതിൽ നിന്ന് രാജിവെച്ച് പോയിട്ടില്ല. ഞങ്ങൾ ആരും രാജിവെച്ച് പോയിട്ടില്ല. ഇതിൻ്റെ അന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് എല്ലാവരും പാർട്ടി ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ അതിന് ശേഷവും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. യാതൊരു സ്ഥാനങ്ങളും ആഗ്രഹിക്കാതെ പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി ഞങ്ങളെ പരിഗണിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് മറുപടി. അപ്പം അതിനപ്പുറത്തേക്ക് എന്ത് പറയാനാണ്? അപ്പോൾ അന്ന് പറഞ്ഞ നിലപാടുകളിലൊന്നും തെറ്റുണ്ടെന്ന് കരുതുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ നമ്മൾ കൂടുതൽ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ ആ വിഷയം ഒരിക്കലും ഒടുങ്ങില്ല. നമുക്ക് എല്ലാത്തിനും നീതിയും സമാധാനവും അല്ലേ വേണ്ടത്. ആ നീതിക്കും സമാധാനത്തിനും വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും സ്വാസ്ഥ്യത്തിലും സമാധാനത്തിലുമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഞാനില്ല. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എൻ്റെ നേതാക്കന്മാർ എൻ്റെ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ ആ തീരുമാനത്തിൽ ആ തീരുമാനമായിരിക്കും ഏറ്റവും മികച്ചത് എന്ന്. അതങ്ങനെ തന്നെ. ഇതിപ്പോൾ അവരെയൊക്കെ അസ്വസ്ഥമാക്കുന്ന കാര്യം എന്താണ് എന്നതാണ് ഫാത്തിമ കരുതുന്നത്. നോക്കൂ, ഇപ്പോൾ സമരത്തിൽ പോവുക, മുദ്രാവാക്യം വിളിക്കുക, ഇതൊന്നും സ്ത്രീകൾ ചെയ്യേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞ മതപണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇതൊന്നും ഫാത്തിമയ്ക്ക് ബാധകമല്ലേ, ഞങ്ങൾക്ക് മാത്രമേ ബാധകമല്ലോ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫാത്തിമയ്ക്ക് അങ്ങനെ പ്രത്യേക പരിഗണനകൾ ലഭിക്കുന്നു എന്നതാണോ അങ്ങനെയുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്? പ്രത്യേക പരിഗണന എന്ന് പറയുമ്പോൾ അതൊന്നും ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്ന് കണ്ടിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കാത്ത ചില സ്വാതന്ത്ര്യം ഫാത്തിമയ്ക്കുണ്ടോ എന്നുള്ളതാണോ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്? എനിക്കറിയില്ല. അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണെന്ന് പറയേണ്ടത് അവരല്ലേ, ഞാനല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നല്ല മത ചുറ്റുപാടിലൂടെ അത്തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെ വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല, ഞാൻ ഇതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. എന്നെ പ്രതീക്ഷിക്കുന്ന ഈ വിജയത്തിൽ ആഘോഷിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ലോകമെമ്പാടുമുണ്ട്, പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ നന്ദി. തീർച്ചയായിട്ടും പ്രവർത്തനത്തിലൂടെ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അത് അഭിപ്രായം പറഞ്ഞ ആളുകൾ, രേഖപ്പെടുത്തിയ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഷാഫിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫാത്തിമ തെഹ്ലിയെ ഇടുമ്പോൾ അതിന് വിവാദമാണ്. കാരണം ഫാത്തിമ തെഹ്ലിയയ്ക്ക് ഇങ്ങനെ മറ്റൊരു പുരുഷനുമായി നിന്ന് ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കുന്നു. ആ രീതിയിലൊക്കെ അത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഫാത്തിമയെ ഒരു ശത്രുപക്ഷത്ത് നിർത്താൻ കുറച്ച് പേരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇത് നമ്മൾ അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഈ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നതിൽ എനിക്ക് താല്പര്യം ഉണ്ടാവുമോ? അല്ലല്ലോ. വേറെ ആർക്കെങ്കിലും താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ വിവാദങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം അത്ര ഈസി ആയിട്ട് കടന്നു വന്ന ഒരാളല്ല ഞാൻ. അത് നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഞാനൊരു അതിജീവിത, ഞാൻ മാത്രമല്ല, രേണു ഒരു അതിജീവിതയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ സ്ത്രീകളും അതിജീവിതകളാണ്. എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഒരു അനുഭവം പറയാനുണ്ടാകും. ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ആൾ എന്ന നിലയിൽ അതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണോ? അതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം? അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയില്ല. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചുറ്റുപാടിൽ ഇത്തരത്തിൽ അതിജീവിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ചുറ്റുപാടിൽ വളരെ ഓപ്പണായിട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്നും വരുന്ന ഒരാളല്ല. എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത്. വളരെ നിസ്വാർത്ഥമായിട്ടാണ് ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിച്ചത്. ഞാൻ ഇതിൻ്റെ ഐഡിയോളജിയെ ഞാൻ നെഞ്ചിലേറ്റുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള അവസരങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതല്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നവരോട് എന്തുകൊണ്ട് അവർ പറയുന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും ഫാത്തിമയോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കണം, ഇപ്പോൾ ഇങ്ങനെ എല്ലാ വിവാദങ്ങൾ തന്നെ ചോദിക്കണം. ഫാത്തിമ ജമാഅത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നതാണ് മറ്റൊരു ആരോപണം ഉയർന്നു വന്നത്. ഫാത്തിമ അതിന് മറുപടി പറയുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അഹമ്മദ് ദേവർകോവിലിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നോമിനേഷൻ പിൻവലിച്ച് കളയാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫാത്തിമ തെഹ്ലിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടിക്കെട്ടി ചിത്രീകരിക്കുന്നത്? അതിനുത്തരം പറയേണ്ടത് സി പി എമ്മിൻ്റെ ഒരു ശൈലി കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമുക്കറിയാം. എൽ ഡി എഫിൻ്റെ ശൈലി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എത്തുമ്പോൾ, നിങ്ങൾക്കറിയാം ആരെ കൂടെയായിരുന്നു ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത് എന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ പോലും അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള കഴിഞ്ഞ കാലത്തെ MLA മന്ത്രിമാരുന്ന ആളുകൾ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത്. അല്ല എന്ന് അവർക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റില്ല. അപ്പം ജമാഅത്ത് ഇസ്ലാമി ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ ആരാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം. ഞാൻ ആരുടെ നോമിനിയാണെന്ന്. ഇപ്പോൾ പേരാമ്പ്രയിലെ വോട്ടർമാരത് തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ UDF നോമിനിയാണ്, യാതൊരു സംശയം വേണ്ട. ഞാൻ മുസ്ലിം ലീഗിലൂടെ വന്നിട്ടുള്ള UDF നോമിനിയാണ്. UDF ആണ്. അവിടുത്തെ ആളുകളുടെ സ്നേഹം കൊണ്ടാണ് അവരെന്നെ അവർ വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും LDF ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപക ശ്രമത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ കൂടെ കൂട്ടുക, അത് കഴിഞ്ഞിട്ട് അവർ ഇതിങ്ങനെ കൂടി നടക്കുന്നു എന്ന് യാതൊരു രൂപത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതൊരു വളച്ചൊടിക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ്. LDF ഇത്തരത്തിലുള്ള കെണിയിലൊന്നും പേരാമ്പ്രയിലുള്ള വോട്ടർമാർ വീണിട്ടില്ല. ഇനി ജമാഅത്ത് ഇസ്ലാമി എപ്പം മുതലാണ് ഈ പറയുന്ന LDF അയിത്തം കൽപ്പിച്ചത്, അല്ല LDF എപ്പം മുതലാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അയിത്തം കൽപ്പിച്ചത് എന്നുള്ളത് കൂടി അവർ പറഞ്ഞു തരണം. അവരുടെ പല തെരഞ്ഞെടുപ്പിലും വിജയിപ്പിച്ച ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന്. അവർ തമ്മിലുള്ള ബന്ധം എന്തായാലും ഫാത്തിമ തെഹ്ലിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് എന്ന് ടാഗ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഫാത്തിമ തെഹ്ലിയക്ക് കേൾക്കേണ്ടി വരുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ? ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം, പേരാമ്പ്ര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് ഞാനാണ്. എനിക്ക് വോട്ടർമാരോട് വോട്ട് ചോദിക്കാനുള്ള ഈ സമയം അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകാനാണ് LDF ക്യാമ്പ് ശ്രമിച്ചത്. ഞാൻ അതിന് യഥാർത്ഥത്തിൽ വഴങ്ങിയിട്ടില്ല, അന്നും വഴങ്ങിയിട്ടില്ല, ഇപ്പോഴും വഴങ്ങില്ല. ഞാൻ ഇതിന് മറുപടി പറയണം? ഇതിന് മറുപടി നിങ്ങൾ അവിടെയുള്ള LDF നേതാക്കന്മാരോട്, ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുള്ള LDF നേതാക്കന്മാരോട് പോയി ചോദിക്കും. നമുക്ക് ഇനി വിവാദങ്ങൾ കുറച്ച് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ നമുക്ക് CM, അത് പൂക്കി CM എന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ട്രോളുകളും ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്.
ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉള്ളൊരു മന്ത്രിസഭയും ഒപ്പം തന്നെ 71 പുതിയ പുതിയ ആളുകളുണ്ട്. അപ്പോൾ ഫാത്തിമ തെഹ്ലിയൊക്കെ യഥാർത്ഥത്തിൽ ജൻസികളുടെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു യങ് ആയിട്ടുള്ള MLA ആയിട്ടാണ് അവിടെ സഭയിൽ എല്ലാവരും കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെ എന്നോട് ഫസ്റ്റ് ഡേ അദ്ദേഹം ചോദിച്ചത്, എന്താ ഇവിടെ ഇരിക്കുന്നത്, സ്കൂളിലൊന്നും പോകാനില്ലേന്ന്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. പുതിയ അംഗങ്ങൾക്കുള്ള ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള 2 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട CM ഉൾപ്പെടെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വളരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൗണ്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ആണ് കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, വിജയം ഉറപ്പാക്കിയിരുന്നു. അതെ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ്. ഞങ്ങൾ അതിന് ഇടയിൽ 2 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഷുവർ ലിസ്റ്റിൽ പെടുത്തിയ സീറ്റാണെന്നാ. അപ്പോൾ പൂക്കി MLA ആണ്. പൂക്കി MLA ആണെന്ന് ചോദിച്ചാൽ മേ ബി എ കൈൻഡ് സംടൈംസ്. എന്താണ് ജൻസികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എങ്ങനെയാണ്? ജൻസികൾക്ക് ഒരു രാഷ്ട്രീയം ഇല്ല, അവർ ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയും. എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്? നോ അത് പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. വളരെ അലേർട്ടായിട്ട് പൊളിറ്റിക്സിനെ ശ്രദ്ധിക്കുന്ന ആളുകളാണത്. ഒരു പക്ഷേ ഈ റീജിയണൽ പൊളിറ്റിക്സ് അല്ല അവർ ഗ്ലോബൽ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഇപ്പം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുത്താൽ അവരിവിടെ നിൽക്കും, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ ജൻസികൾക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ ഒത്തിരി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം ഈ CM നിങ്ങൾ പറയുന്ന പോലെ പൂക്കി CM ആണെങ്കിൽ ജൻസികളെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു CM-ഉം മന്ത്രിസഭയാണുള്ളത്. ഈ നമ്മളുടെ ഈ തിരക്ക്, ഇപ്പോൾ MLA ആകുമ്പോൾ വലിയ രീതിയിലുള്ള തിരക്കുണ്ടല്ലോ, എങ്ങനെയാണ് ഈ തിരക്ക് ബാലൻസ് ചെയ്യുന്നത് ജീവിതവും ഒക്കെ ആയിട്ട്? കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ കുറ്റിച്ചിറ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ മുതലുള്ള തിരക്കുകൾ ഇപ്പോഴും എന്നോടൊപ്പം നടക്കുന്നുണ്ട്. അന്ന് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി, അത് ഓൾ ഓഫ് എ സഡൻ ആയിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ എറണാകുളത്ത് ഹൈക്കോർട്ടിനടുത്തൊരു ഓഫീസ് ഇട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയത്താണ് എന്നോട് കുറ്റിച്ചിറ പോയിട്ട് മത്സരിക്കണം എന്നുള്ളത് എൻ്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത്. അങ്ങനെ ആ ഓഫീസ് ഇട്ട് 1 വീക്കിന് ഒരു ഏകദേശം 3rd ഡേ എന്നെ പ്രഖ്യാപിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യഥാർത്ഥത്തിൽ ഒന്ന് സെറ്റിലായിട്ടുള്ള ലൈഫേ മാറി. പിന്നെ നമ്മൾ ആളുകളുടെ ഇടയിലാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്, ഒന്നുകിൽ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ പുറത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ. അത് കഴിഞ്ഞ് വീണ്ടും ആ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ നന്ദി പറഞ്ഞ് കഴിയുന്നതിന് മുമ്പ് പേരാമ്പ്രയിൽ പോയി മത്സരിക്കേണ്ടി വന്നു. പേരാമ്പ്രയിൽ ആളുകളോടൊപ്പമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കോർപ്പറേഷൻ എന്ന് പറയുമ്പം ടൗൺ സിറ്റിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സിറ്റിയിൽ നിന്ന് മാറി ബോർഡറിലേക്ക്, കോഴിക്കോട് ബോർഡറിലേക്ക്, ഒന്നുകൂടെ ഗ്രാമത്തിലേക്ക് മാറി. ഇനി അവിടെ ആ ആളുകളുടെ ഒപ്പം ആ നാട്ടിലുണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ഭാവിയെക്കുറിച്ച് എന്താണ് കാഴ്ചപ്പാട്? ഞാൻ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൽ എനിക്ക് എൻ്റെ സെൽഫ് കാര്യങ്ങൾ കൂടി വിട്ടുവീഴ്ച ചെയ്ത്, എനിക്ക് ഉറക്കം കുറവാണിപ്പം. ഉറങ്ങിയിട്ട് നമ്മൾ ഇലക്ഷൻ സമയത്ത് ഉറങ്ങുന്ന പോലെ ഭക്ഷണം വളരെ കുറവാണ്. കാര്യങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ പിന്നെ മാക്സിമം വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ടാർഗറ്റ് ഓറിയൻറ്റ് ചെയ്തിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് മാക്സിമം നന്നായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഹാർഡായിട്ട് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക, അതിൻ്റെ അറ്റ് ദ എൻഡ് വരെ പോയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. പൊളിറ്റിക്സിൽ വലിയ ഈ രൂപത്തിലേക്കൊക്കെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു സോഷ്യൽ പിന്നെ ഫീൽഡിൽ തുടരുക എന്നുള്ളതാണ്. ആ സോഷ്യൽ ഫീൽഡിലേക്ക് വന്നു. അത് ഇങ്ങനെ ഈ രൂപത്തിലാകും എന്നുള്ളത് ഒരിക്കലും കരുതിയിട്ടില്ല. ഇപ്പോൾ ലീഗിൻ്റെ ആദ്യ വനിതാ MLA, ആദ്യ വനിതാ മന്ത്രിയാകുമോ? അത് ഈ ചോദ്യം പലപ്പോഴും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. തുറന്നു പറയുകയാണെങ്കിൽ പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ ഇത്തവണ മന്ത്രിയാവുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു തുടക്കക്കാരിയാണ്, എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ.
പക്ഷേ ഫസ്റ്റ് ടൈം MLA മാർ കുറെ പേര് മന്ത്രിയായിട്ടുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ പരിഗണിക്കായിരുന്നു. അല്ല, ഞാനതിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്കതിലൊരു സങ്കടം പറയേണ്ടി വരുന്നത്. ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. അല്ല, ഇപ്പം നമുക്ക് 5 മന്ത്രിമാരുണ്ട്, 5 പേരും പുരുഷന്മാരാണ്. വനിതാ MLA ഉള്ള സമയമായിരുന്നു, വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കായിരുന്നു. അല്ല, പാർട്ടിക്ക് അതിൽ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ആളുകളൊക്കെ പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ രൂപത്തിലുള്ള മന്ത്രിസഭ തന്നെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ നല്ല വനിതാ മന്ത്രിമാരുണ്ടാവണം എന്നുള്ളത് തുറന്നു പറയുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് UDF-ന് ഇപ്പം തീർച്ചയായിട്ടും ശ്രീമതി ബിന്ദു കൃഷ്ണയെ പോലെ, ശ്രീമതി തുളസി പിന്നെ മാഡത്തിനെ പോലെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും പ്രാതിനിധ്യം കുറവാണ്. അതെ, നമുക്കിനി വരുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ അഭിപ്രായം സ്ത്രീകൾ കൂടുതലായിട്ട് കടന്നു വരുന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ. പിന്നെ ഇത്രയും കാലത്തെ ഒരു പിന്നെ കേരള അസംബ്ലിയിലുള്ള ഒരു അത്യാവശ്യം ഞങ്ങൾ നല്ല നമ്പറാണ്. മോർ ദാൻ പിന്നെ 10-ലധികം ആളുകൾ ഞങ്ങളുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ ഇതൊക്കെ വലിയൊരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സ്ത്രീകൾ വരും, അവർ മന്ത്രിമാരായിട്ടുണ്ടാകും. ഒരു പക്ഷേ കേരളത്തിലൊരു നല്ല വനിതാ CM-നെ നമുക്ക് കിട്ടട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ ഫാത്തിമയെ പോലെയുള്ളവരുടെ വരവ് സമുദായത്തിനെ കൂടി ആ നിലയിൽ മുന്നോട്ട് ചലിപ്പിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നുണ്ട്. എൻ്റെ ഈ ഒരു വിജയം യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ ആഘോഷിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു സമുദായം എന്നുള്ളതിനപ്പുറത്തേക്കുള്ള രൂപത്തിൽ ആളുകൾ കണക്കാക്കുന്നുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾ കടന്നു വരികയാണ് പൊളിറ്റിക്സിലേക്ക്. പ്രത്യേകിച്ച് എൻ്റെ ഏജിലുള്ള പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു വലിയ റെഡ് കാർപ്പറ്റ് ആവട്ടെ എൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ സ്പേസ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഇതൊരു ഈസി വാക്ക് ഓവർ അല്ല. പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക. പുരുഷന്മാരെക്കാൾ കൂടുതൽ സാധ്യതകളുള്ളത് അത് തെരഞ്ഞെടുപ്പ് പാർലമെൻ്ററി പൊളിറ്റിക്സിലാണെങ്കിൽ സ്ത്രീകൾക്കൊന്നുകൂടെ ഹൃദയ പിന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ജെൻഡർ യൂണിഫോമിൻ്റെയൊക്കെ വിഷയം വന്നപ്പോൾ ഫാത്തിമ, ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ഒക്കെ വിഷയം വന്നപ്പോൾ, യൂണിഫോം വിഷയം വന്നപ്പോൾ ഫാത്തിമ എടുത്ത നിലപാട് അല്പം പിന്തിരിപ്പനായിരുന്നു എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു MLA എന്ന നിലയിൽ നോക്കുമ്പോൾ അന്നെടുത്ത നിലപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഞാൻ മാറി ചിന്തിക്കുന്നില്ല. ഞാൻ നിലപാടുകൾ എടുത്തതിൽ ഇപ്പോൾ നമ്മളൊക്കെ ഗ്രോ ചെയ്യുകയാണല്ലോ. ഗ്രോ ചെയ്യുമ്പോൾ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കും, പുതിയ കാഴ്ചപ്പാടുകൾ ഒരു പക്ഷേ അതിനനുസരിച്ച് രൂപപ്പെടും. പക്ഷേ ഈ വിഷയത്തിലൊന്നും എൻ്റെ നിലപാടിൽ ഞാൻ ഇപ്പോഴും മാറ്റം വരുത്തില്ല. പക്ഷേ ഫാത്തിമ തെഹ്ലിയ എന്തിനാണ് സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നതിനെതിരെ പറയുന്നതെന്നൊക്കെയുള്ള ചോദ്യമില്ലേ? അതാരാണ് പറഞ്ഞത്? ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പാൻസ് ഇടുന്നു അല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റുള്ള വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതല്ലല്ലോ. ഒരു പൊതുവിഷയത്തിൽ ഞാനൊരു പൊതുപ്രവർത്തകയാണ്. ഞാൻ പാൻസ് ഇട്ടത് കൊണ്ട് എല്ലാ ആളുകളോടും നിങ്ങൾ അങ്ങനെ ചെയ്യും, ഞാൻ അത്തരത്തിലുള്ളൊരു നിലപാടല്ല. ഞാൻ വളരെ ഓപ്പണായിട്ടാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അവകാശമാണ്. അത് വസ്ത്രധാരണം, അത് എന്ത് വസ്ത്രമാണെങ്കിലും ആ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഈ വസ്ത്രം നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിൽ പോലുമല്ല. ഞാൻ എൻ്റെ താല്പര്യപ്രകാരം എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിനെ പിന്നെ മറികടക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അവകാശം തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. SPC യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. SPC യൂണിഫോമിൽ അങ്ങനെ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് ധരിച്ച് വരുന്ന പെൺകുട്ടിയെ വിലക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അത്തരത്തിൽ കൃപാൺ എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആയുധമാണ്. അതിനെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് കൃപാൻ യൂസ് ചെയ്യാൻ. അത് ആയുധമായതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, ഹിജാബ് ആയുധമല്ലാത്തത് കൊണ്ടാണ് എടുത്ത് പറയാതിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് എൻ്റെ ഡിസ്കഷനിൽ എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി. അത് പിന്തിരിപ്പനല്ലല്ലോ, അത് സുതാര്യമായിട്ടുള്ള ലിബറലായിട്ട് ആളുകൾക്ക് എടുക്കാൻ പറ്റിയ നിലപാടുകളല്ലേ. എന്തുകൊണ്ട് ആളുകൾ ആ രൂപത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഓക്കെ, രാഷ്ട്രീയ പ്രവർത്തക അല്ലായിരുന്നുവെങ്കിൽ ആരാകുമായിരുന്നു? രാഷ്ട്രീയ പ്രവർത്തകയല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെയൊക്കെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഞാനൊരു നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ലോയറാണ്. ലോ എടുത്തതും ഞാൻ ഒരു പക്ഷേ പൊളിറ്റിക്സ് വന്ന പോലെ അത്ര എളുപ്പമായിട്ട് എടുത്തതൊന്നുമല്ല. എനിക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് സ്വീകാര്യമായിട്ട് ലോ എടുക്കുന്നതിന് അത്ര പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. അപ്പം എങ്ങനെയാണോ ഞാൻ പൊളിറ്റിക്സിലേക്ക് വന്നത് അതുപോലെ തന്നെ ഒരു ലോയറും ആയിരുന്നു ഞാൻ. അതിൻ്റെ പിന്നിലും ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല ലോയറായിട്ട് മാറാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പം എൻ്റെ പ്രയോറിറ്റി, ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തം, അതൊരു വലിയ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ പ്രാക്ടീസിങ് നടക്കുന്നില്ല.
ഒരു പക്ഷേ ഒരു ലോയർ ആകുമായിരുന്നു, നല്ലൊരു ലോയർ ആവുമായിരുന്നു. ഒരു സുപ്രീം കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല നല്ല വിധികളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ ഈ സോഷ്യൽ ഇമോഷൻസ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോയറായിട്ട് മാറാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അതിന് പോലും വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴും ഒരുപാട് എതിർപ്പുകളെ മറികടക്കേണ്ടി വന്നിട്ടുണ്ടാകാമല്ലോ. ഇപ്പോൾ MLA ആയി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്താണ്? ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നല്ല, അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നല്ല ഞാൻ വരുന്നത്. ഞാൻ വരുന്ന ചുറ്റുപാട് ഒരിക്കലും ഒരു പെൺകുട്ടിയെ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത്ര നിങ്ങൾ വരൂ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പിന്തുണയ്ക്കുന്നൊരു ചുറ്റുപാടിൽ നിന്നല്ല. പക്ഷേ അത് ആ ചുറ്റുപാടിനെ മാത്രമല്ല ഞാൻ പറയുന്നത്. അന്നത്തെ ഒരു പിന്നെ എന്താ പറയുക, നമ്മളിപ്പം ഇങ്ങോട്ട് 2026 എത്തിയല്ലോ. ഞാൻ സംസാരിക്കുന്നത് ഒരു പക്ഷേ 2012, 13, 14 കാലഘട്ടത്തിലാണ്. അന്നും ഇന്നും ഒരുപാട് കാലങ്ങൾ മാറി, ആളുകളുടെ ചിന്തകൾ ഒരുപാട് മാറി. അപ്പം അന്നത്തെ സമൂഹമല്ല ഇന്നത്തെ സമൂഹം. അപ്പം അതിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. വീട്ടിൽ നിന്ന് സോഷ്യൽ പ്രഷർ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിലും വീട്ടുകാർക്ക് അത്തരത്തിലുള്ള സോഷ്യൽ പ്രഷറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ പാരൻസ് ആണെങ്കിലും അവരും ഈ രൂപത്തിലൊക്കെ പാകപ്പെട്ടിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെ വന്ന ആളുകളൊന്നും അല്ല. അപ്പോൾ അവരൊരിക്കലും ഞാൻ കുറ്റം പറയില്ല. അവരും എന്നെപ്പോലെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ രൂപത്തിലേക്ക് വന്നതിൽ അവരുടേതായിട്ടുള്ള ത്യാഗങ്ങൾ കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ എടുത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരെല്ലാവരും എന്നോടൊപ്പമുണ്ട്. എൻ്റെ നാട്ടുകാരുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ കുടുംബം എന്നോടൊപ്പമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എൻ്റെ ഒരു എന്താ പറയുക, ചുറ്റുപാട് അങ്ങ് വലുതായി, എൻ്റെ സ്ഫിയർ അങ്ങ് വലുതായി. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് എല്ലാ രൂപത്തിലുള്ള പിന്തുണ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള സ്റ്റേജുകൾ മറികടന്നാണ് ഫാത്തിമ എത്തുന്നത്. അപ്പോൾ ആ നിലയിൽ ഉള്ളവരോട്, സ്ത്രീകളോട് എന്താണ് ഫാത്തിമയ്ക്ക് പറയാൻ? നെവർ ഗോ ഡിസപ്പോയിൻറ്റഡ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗോ സ്ട്രേറ്റ്. നിങ്ങളെ മനസ്സ് പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ പിന്തിരിയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങളോട് ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് നോക്കുമ്പം ചലഞ്ചസ് ഭീകരമായിട്ട് തോന്നുന്നുണ്ടാകാം. പക്ഷേ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ വലിയ മഞ്ഞുമലകളെ പോലെ ഉരുകിപ്പോകും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അവിടെ നിങ്ങൾ വീണ് പോയാലും അവിടെ തളർന്നു പോകരുത്. അവിടെ നിന്ന് എണീറ്റ് കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശരി, അപ്പോൾ ഉറച്ച നിലപാടുകളോടെ മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.